ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി ആർട്ടിക്കിൾസിനെ സംബന്ധിച്ച ക്ലാസ്സാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ എന്നത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച 3 പോയിന്റുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാ പഠിതാക്കൾക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനെ സൂചിപ്പിക്കുമ്പോൾ അതിനു മുന്നിലായി ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എക്സാമ്പിൾ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻസ്, ഇത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇവയ്ക്ക് മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഇവ മാത്രമല്ല, ഇവയെ സംബന്ധിച്ച് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളെ സംബന്ധിച്ച് പറയുന്നതിന് മുൻപിലെല്ലാം ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഫേമസ് ഫാമിലീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ബാങ്ക്സ്, ഇവയുടെ മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ഗാന്ധീസ്, ഗാന്ധി കുടുംബം, അവിടെ ദ ഗാന്ധീസ്. ഫേമസ് ഫാമിലീസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ബാങ്ക്സ്, ഇവയുടെ മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഗാന്ധീസ്, ഗാന്ധി കുടുംബം, അവിടെ നമ്മൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. നെഹ്റൂസ്, നെഹ്റു കുടുംബം, അവിടെ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ലേബർ പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അതിനു മുന്നിൽ നമ്മൾ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഒരു ബാങ്കിന്റെ പേരാണ്, അതിനു മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഫേമസ് ഫാമിലീസോ പൊളിറ്റിക്കൽ പാർട്ടീസിനെയോ ബാങ്ക്സിനെയോ കുറിച്ച് പറയുമ്പോൾ അവയുടെ മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. നെയിംസ് ഓഫ് ഇൻവെൻഷൻസ്, കണ്ടുപിടുത്തങ്ങളുടെ മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. എക്സാമ്പിൾ ജോൺ ബയേർഡ് ഇൻവെന്റഡ് ഡാഷ് ടെലിവിഷൻ, അവിടെ ടെലിവിഷൻ കണ്ടെത്തിയിരിക്കുന്നു. ആ ടെലിവിഷൻ എന്ന ഇൻവെൻഷന് മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. മറ്റൊന്ന് മാർക്കോണി ഇൻവെന്റഡ് ഡാഷ് റേഡിയോ, റേഡിയോ എന്ന ഇൻവെൻഷൻ അത് കണ്ടെത്തിയിരിക്കുന്നു. ഇൻവെൻഷൻ റേഡിയോ കണ്ടുപിടിച്ചിരിക്കുന്നു, അതൊരു ഇൻവെൻഷനാണ്, അതിന് മുന്നിൽ ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഇങ്ങനെ 3 പോയിന്റുകൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ക്ലാസ് നന്നായി കേൾക്കുകയും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഇംഗ്ലീഷ് വിത്ത് എസ് കെ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന അഭ്യർത്ഥനയോടെ എൻ്റെ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിനും പഠിതാക്കൾക്കും താങ്ക്സ് ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. എൻ്റെ ക്ലാസ് എല്ലാവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും താങ്ക്സ്.